സംസ്ഥാനത്ത് നിലവിലുള്ള വൈദ്യുതി പ്രതിസന്ധിയും നിയന്ത്രണങ്ങളും രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. UDF സർക്കാർ അധികാരത്തിൽ വന്നതുകൊണ്ടുണ്ടായ നിയന്ത്രണമല്ല ഇതെന്നും രാജ്യമെമ്പാടും നിലനിൽക്കുന്ന സമാനമായ സാഹചര്യത്തിന്റെ ഭാഗമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ രാത്രികാലങ്ങളിൽ വൈദ്യുതിയുടെ അനാവശ്യ ഉപഭോഗം കുറയ്ക്കണമെന്ന് പൊതുജനങ്ങളോട് മന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് നിലവിൽ വൈദ്യുതി ഉപയോഗത്തിൽ 1000 മെഗാവാട്ടിന്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കടുത്ത ചൂടും മഴയുടെ കുറവും മൂലം ആഭ്യന്തര ഉൽപാദനത്തിലുണ്ടായ കടുത്ത ഇടിവുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാന കാരണമെന്ന് മന്ത്രി വിശദീകരിച്ചു. വൈകിട്ട് 6 മണിക്ക് ശേഷമുള്ള പീക്ക് സമയങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് അനിവാര്യമായ സാഹചര്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. AC-യുടെ താപനില 25 ഡിഗ്രി സെൽഷ്യസിൽ ക്രമീകരിക്കുന്നത് വൈദ്യുതി ഉപയോഗം വലിയ രീതിയിൽ കുറയ്ക്കുവാൻ സഹായിക്കും. രാത്രികാലങ്ങളിൽ അയൺ ബോക്സ്, മോട്ടോറുകൾ തുടങ്ങിയ വലിയ തോതിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ പ്രവർത്തനം പരമാവധി ഒഴിവാക്കി പകൽ സമയത്തേക്ക് മാറ്റുക. കടകളിലും വീടുകളിലും അനാവശ്യമായി ലൈറ്റുകൾ പ്രകാശിപ്പിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. സോളാർ വൈദ്യുതി ഉൽപ്പാദനം മികച്ച പരിഹാരമാണെങ്കിലും പകൽ സമയത്ത് ലഭിക്കുന്ന സോളാർ വൈദ്യുതി രാത്രികാല ഉപയോഗത്തിനായി സംഭരിക്കുവാനുള്ള സംവിധാനത്തിന്റെ കുറവ് നിലവിൽ വലിയ വെല്ലുവിളിയാണെന്ന് മന്ത്രി പറഞ്ഞു. ഇതിനായി അടിയന്തര സംവിധാനങ്ങൾ ഒരുക്കുവാനുള്ള നടപടികൾ KSEB നടത്തിവരികയാണ്. മുൻപ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കടം വാങ്ങിയ വൈദ്യുതി തിരിച്ചു നൽകേണ്ട സമയമാണിതെങ്കിലും നിലവിലെ ഉൽപാദനക്കുറവ് മൂലം അതിന് തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഉയർന്ന പ്രതിസന്ധി മറികടക്കുവാൻ കൂടുതൽ പ്രതിവിധികൾ കണ്ടെത്തുവാനുള്ള ചർച്ചകൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്നും മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു.